നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ശിവാനി സാറിന് സൂപ്പ് കൊടുക്കട്ടെന്ന് അവരങ്ങ് തീരുമാനിച്ചു. കിടക്കുന്നതിന് മുൻപ് സാറിന്റെ ദേഹം തുടച്ചു തരാനും സാറിന് താല്പര്യമുണ്ടെങ്കിൽ കുളിപ്പിക്കണമെന്നും പറഞ്ഞ ശിവാനി അവരിങ്ങോട്ട് വിട്ടത്. സാർ എന്താ ഒന്നും മിണ്ടാത്തത്? എന്നോട് ദേഷ്യപ്പെട്ടതുപോലെ ആന്റിയോട് പൊട്ടിത്തെറിക്കാൻ സാറിന് ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ അവരെങ്ങോട്ട് പറഞ്ഞുവിടാം. നീ കൂടുതൽ വാദമൊന്നും അടിക്കണ്ട. ആ പൂതന ഇങ്ങോട്ട് കെട്ടിയെടുത്തത് നീയല്ലേ? വെറുതെ പൂതനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സാർ ഏത് പൂതനയെ ഉദ്ദേശിച്ചത്? ആന്റിയോ അതോ ശിവാനിയോ? എന്റെ അമ്മ നിനക്ക് പൂതനയോ? സാറിന്റെ പെറ്റമ്മ എനിക്ക് ദൈവത്തിന് തുല്യമാണ്. പോറ്റമ്മയെ കുറിച്ച് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ആ വിഷയം മാറ്റാൻ അല്ലെങ്കിലും നീ വലിയ മിടുക്കിയ. ശിവാനി ഇവിടേക്ക് കൊണ്ടുവന്നിട്ടല്ലേ ഈ കുഴപ്പമെല്ലാം ഉണ്ടായേ? സാർ കാര്യം മനസ്സിലാക്കിയിട്ടും അറിയാത്തതുപോലെ സംസാരിച്ചാലുണ്ടല്ലോ. ശിവാനിയെ ഫ്ളാറ്റിലേക്ക് മാറ്റാൻ ഉറപ്പിച്ചു തന്നെയാ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. അവളെ ഇവിടെ കയറ്റി പ്രതിഷ്ഠിച്ചത് വസുന്ധര ആന്റിയാ. എന്നാലും നീ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. എന്റെ അമ്മയും അമ്മാവനും ആവശ്യപ്പെട്ടാ എനിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? സാറിന്റെ വീട്ടുകാർ പറയുന്നത് സാർ അനുസരിക്കുന്നില്ലേ? എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കിയത് നീ തന്നെയാ. ഹോസ്പിറ്റലിൽ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. പോയത് കൊണ്ടല്ലേ ശിവാനി നിന്റെ തലയിലായത്. ശിവാനി എന്റെ അനിയത്തി ആയതുകൊണ്ടാ ഞാൻ പോയത്. അതൊക്കെ എങ്ങനെ ഒരു തെറ്റാവും? ശിവാനി നിന്റെ അനിയത്തി ആയത് തന്നെ ഏറ്റവും വലിയ തെറ്റ്. അയ്യോ എന്റെ ദൈവമേ, കുറച്ചുകൂടി കഴിഞ്ഞാൽ ഞാൻ ജനിച്ചത് തന്നെ തെറ്റായി പോയിന്ന് സാറ് പറയുമല്ലോ. അത് തന്നെ. നിന്റെ തെറ്റ് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? അല്ല നിധി, നമ്മളിപ്പോ എന്തിനാ വഴക്കിട്ടത്? ശേ